കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് അനുകൂലമായി ചില വാർഡുകൾ വിഭജിച്ചില്ലായിരുന്നുവെങ്കിൽ UDF കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചേനെയെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. VM വിനു വിവാദം തിരിച്ചടിയായില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ 2 ദിവസത്തിനകം UDF തീരുമാനിക്കുമെന്നും കെ പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. പതിറ്റാണ്ട് നീണ്ടുനിന്ന ഇടതുപക്ഷത്തിന്റെ ആധിപത്യം കോഴിക്കോട് ജില്ലയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. DC പ്രസിഡന്റ് കെ പ്രവീൺകുമാറോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ റിസൾട്ട് ഉണ്ടായത്? ശരിക്കും ഞാൻ ഇന്നലെ രാത്രി പോലും ആത്മവിശ്വാസത്തിലും കൂടി സംസാരിച്ചത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ അക്രമിയെന്നും കൊലയാളിയെന്നും ഒക്കെ വിളിപ്പേര് കേട്ടവരാണ്. പക്ഷെ അവരൊരിക്കലും അഴിമതിക്കാർ കള്ളരമെന്ന് വിളിപ്പേര് കിട്ടുന്നില്ല. കേരളീയ സമൂഹം കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടിക്കാർ അഴിമതിക്കാരായി മാറിയെന്ന തിരിച്ചറിഞ്ഞു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തേണ്ടത്. രണ്ടാമത് UDFലെ കെട്ടുറപ്പ്, കോൺഗ്രസിലെ ഐക്യം, പിന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെയും AICCയുടെ കൃത്യമായ മോണിറ്ററിങ്, ഇതെല്ലാം തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന് കാരണം. പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള വിജയമാണ് ഇത്തവണ ഞങ്ങൾക്ക് കോഴിക്കോട് സമ്മാനിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വിജയിക്കും, ഭൂരിഭാഗം പഞ്ചായത്തുകളും വിജയിക്കുമെന്ന് താങ്കൾ പറയുമ്പോൾ ഞങ്ങൾ പോലും വിശ്വസിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ അത് പറയേണ്ടായിരുന്നൊരു? അതെൻ്റെ ആത്മവിശ്വാസമായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നമുക്കറിയാം ഈ ജില്ല മുഴുവൻ ഓടുന്ന ഒരാളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ടീം, ഇവിടുത്തെ DCC ടീം, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, അവരുടെയൊക്കെ പ്രവർത്തനത്തിൽ എനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അവർ നടത്തുന്ന ഹാർഡ് വർക്ക് വിൽ ബി അവാർഡഡ് എന്ന ധാരണ മനസ്സിലായിരുന്നു. ആ ധാരണ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പിടിക്കും, ഭൂരിപക്ഷത്തിനും. കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 143 വോട്ടിനാണ്. BJPക്ക് അനുകൂലമായി LDF വാർഡ് വീഴ്ച കൊടുത്തില്ലായിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനും ഇന്ന് ഭരിക്കുക UDF ആയിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ആയാലും ശരി, നല്ല വിജയം സമ്മാനിച്ചു ജനം. ആ ജനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ കപ്പിൻ ചുണ്ടിലൂടെ നഷ്ടപ്പെട്ടതിന് പിന്നെ VM വിനുവിനെ ബന്ധപ്പെട്ട വിവാദങ്ങളൊരു കാരണമായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം വിനേട്ടൻ അതൊരു, ഞാൻ ഇപ്പോഴും ചോദിക്കട്ടെ, വിനേട്ടൻ്റെ വോട്ടില്ലാതെ പോയതിൻ്റെ കാരണം ഞങ്ങളാണോ? വോട്ട് കൊടുക്കേണ്ടവർ വോട്ട് കൊടുത്തില്ല. VM വിനുവിന് വോട്ടില്ലാത്ത കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥി 2 വോട്ടുണ്ടല്ലോ. വോട്ടർ പട്ടികയിൽ കൃത്രിമവും അശാസ്ത്രീയമായ വാർഡ് വിഭജനവുമാണ് ഇത്തവണ ഞങ്ങളെ ഏറെ പ്രതിരോധത്തിലാക്കിയത്. ഞങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി അതായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ജില്ലയിലെ പ്രവർത്തകർ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഈ റിസൾട്ട് കാണിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. ഇനി വളരെ പെട്ടെന്നായിരിക്കും. നാളെ UDF യോഗം ഉണ്ട്. ജില്ലാ പ്രസിഡന്റ് ആര് എന്നുള്ളത് KPCCയും AICCയും ഒക്കെ ആലോചിച്ച് ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എന്തായാലും തുടക്കം മുതൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഫലം പോലും പ്രവീൺകുമാറിൻ്റെ മുന്നിലുണ്ടെന്നുള്ളതാണ് വസ്തുത. എന്തായാലും കോഴിക്കോട് വലിയ തിരിച്ചുവരവാണ് കോൺഗ്രസും UDFും നടത്തിയിരിക്കുന്നത്. ജയ്സിൽ ബാബു പെലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.